ദുബായ് ടൂറിസം മേഖലയിൽ എങ്ങനെ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റർ ആകാം? വലിയ സാധ്യതകളുള്ള ഈ ബിസിനസ് മേഖലയിൽ എങ്ങനെ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാം? മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിയാസ് കിൽട്ടൺ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, യു എയിൽ താമസിക്കുന്നവരായാലും ദുബായ്ക്ക് പുറത്തുള്ളവരൊക്കെ ആയാലും ദുബായ് ടൂറിസവുമായി ബന്ധപ്പെട്ട ബിസിനസ് എത്രത്തോളം ഉയർച്ചയിലാണെന്നും നമ്മളൊക്കെ നാട്ടിൽ നിന്നായാലും യു എയിലേക്ക് കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിക്കുന്നവരാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ടൂറിസം ലൈസൻസിലേക്കുള്ള സാധ്യത, അതുപോലെ തന്നെ ദുബായിൽ നിന്നും നമുക്ക് പാക്കേജുകൾ എടുത്തുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് ഈ മേഖലയിൽ ഇറങ്ങിക്കൊണ്ട് അർമേനിയ, ജോർജിയ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങി യു എ റെസിഡൻസ് വിസയുള്ള ആളുകൾക്ക് ഓൺ അറൈവൽ വിസ എടുത്തുകൊണ്ട് ചെന്നെത്താവുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സാധ്യതകൾ പരിശോധിക്കാം. നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ദുബായിൽ ടൂറിസം എന്ന് പറഞ്ഞൊരു ജനറൽ ആക്ടിവിറ്റി അല്ല, മറിച്ച് ഇൻബോൺ ടൂറിസവും ഔട്ട്ബോൺ ടൂറിസവും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എമിറേറ്റ് ആണ് ദുബായ്. അതേസമയം ഷാർജ പോലുള്ള മറ്റ് എമിറേറ്റുകളിൽ നമ്മൾ കോമൺ ആയിട്ട് ഒരു ജനറൽ ആക്ടിവിറ്റിയാണ് ടൂറിസം എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് നമുക്ക് ടൂറിസം രംഗത്ത് ഏത് തരത്തിലും പ്രവർത്തിക്കാവുന്നതാണ്. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ കാഴ്ചപ്പാടിലാണ് ഈ രണ്ട് ആക്ടിവിറ്റിയും മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇൻബോൺ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻബോൺ ടൂറിസം ഉള്ള ആക്ടിവിറ്റി ഉള്ള ഒരാൾക്ക് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു എയിലേക്ക് ആളുകളെ അകത്തോട്ട് കൊണ്ടുവരാനുള്ള ആക്ടിവിറ്റിയാണ് ഇൻബോൺ ടൂറിസം. അതുപോലെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അർമേനിയ, ജോർജിയ പോലുള്ള അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ യു എസിലേക്കോ ഉള്ള പാക്കേജുകൾ കൊടുക്കുന്ന പുറം നാടുകളിലേക്കുള്ള ആക്ടിവിറ്റിയാണ് ഔട്ട്ബോൺ ടൂറിസം. ഈ രണ്ട് ആക്ടിവിറ്റി ആണെങ്കിലും പഴയ കാലത്ത് 100,000 ദിറംസ് ഒക്കെ ഓരോ ആക്ടിവിറ്റിക്കും ട്രേഡ് ലൈസൻസിന് ഡിപ്പോസിറ്റ് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഡിപ്പോസിറ്റ് വെക്കാതെ തന്നെ ഇൻബോൺ ടൂറിസം, ഔട്ട്ബോൺ ടൂറിസം ഒരു ലൈസൻസിൽ തന്നെ തുടങ്ങാനായി സാധിക്കും. ഇനി നിങ്ങൾ യു എയിലേക്ക് ടൂറിസ്റ്റ് വിസ കൊടുക്കുന്ന ബിസിനസ് മാത്രം ചെയ്യണം, യു എയിൽ വരുന്ന ആളുകൾക്കുള്ള ഇൻബോൺ ആക്ടിവിറ്റീസ്, അതായത് ഡെസേർട്ട് സഫാരി അല്ലെങ്കിൽ ഇവിടെയുള്ള ബിഗ് ബസ് ടൂർ, യു എയിലെ അട്രാക്ഷൻസ്, ബുർജ് ഖലീഫ പോലുള്ള ടൂർ, ഇതൊക്കെ മാത്രം ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഇൻബോൺ ടൂറിസം മാത്രം എടുത്താൽ മതിയാവും. അത്തരത്തിലുള്ള ലൈസൻസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് DTCMൽ നിന്ന് അപ്രൂവൽ എടുത്തുകൊണ്ടാണ് പണ്ട് കാലത്ത് ചെയ്തിരുന്നെങ്കിൽ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുബായ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ദുബായ് ടൂറിസവും ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ദുബായ് എക്കണോമി ആൻഡ് ടൂറിസം എന്ന് പറയുന്നത് DET എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അപ്രൂവൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ആക്ടിവിറ്റീസിന് ഓരോ ആക്ടിവിറ്റീസിനും നമുക്ക് ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട്. ആ ഇൻഷുറൻസ് ഏകദേശം നമുക്ക് പല ഇൻഷുറൻസ് തമ്മിൽ പല ചാർജുകളായിരിക്കും. നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ഒരു 60,000 രൂപ അല്ലെങ്കിൽ 65,000 രൂപ, അതായത് ദിറംസിലാണെങ്കിൽ 2,500, 3,000 ദിറംസ് ഉള്ള ഒരു ആക്ടിവിറ്റി, ഒരു ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, ഈ മേഖലയിൽ തന്നെ ഉള്ള മറ്റൊരു ആക്ടിവിറ്റി, അതായത് ട്രാവൽ ടൂറിസം ലൈസൻസ് എങ്ങനെ ഇതിലേക്ക് നമുക്ക് കൊണ്ടുവന്നിട്ട് എംബഡ് ചെയ്യാം, അതുപോലെ തന്നെ ടിക്കറ്റിംഗ് ബിസിനസ്സും ഈ ടൂറിസത്തിലേക്ക് എങ്ങനെ ചേർക്കാം എന്നുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഫ്രീ ഒരു കൺസൾട്ടൻസിക്ക് വേണ്ടി എങ്ങനെ ഈ ബിസിനസ് തുടങ്ങാം എന്നുള്ളത് ഞങ്ങളെ സമീപിക്കാം. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായി നിങ്ങളെ മുന്നിലെത്തുന്നതായിരിക്കും. തീർച്ചയായും ട്രാവൽ ഏജൻസി ആയിരിക്കും അതിൽ വിഷയം.